Good evening to you all. Warm and loving greetings to you all in the holy name of our Savior Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. At the outset, I praise God for this wonderful opportunity to be with you and to have fellowship with you and share the word of God. ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെ നിങ്ങളോടൊപ്പം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ദൈവവചനത്തിന് മുമ്പാകെ നമുക്കിരിക്കാം. I thank the elders and deacons of the local assembly here for having given me this blessed opportunity to share about my ministry and the word of God. ഈ സഭയിലുള്ള എൽഡേഴ്സിനോടും ഡീക്കൻസിനോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം എൻ്റെ മിനിസ്ട്രിയെ കുറിച്ച് നിങ്ങളോട് പ്രതിപാദിക്കുവാൻ ലഭിച്ചു. അതിനായിട്ട് ഞാൻ അവരോട് നന്ദി പറയുന്നു. I am coming from Kurnool city, Andhra Pradesh, India. ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കടന്നു വരുന്നത്. Which city is that? Kurnool city. കണ്ണൂർ സിറ്റി. Yeah. My name is Prabhudas. എൻ്റെ പേര് പ്രഭുദാസ് എന്നാണ്. My wife's name is Pratyusha. എൻ്റെ ഭാര്യയുടെ പേര് പ്രതീക്ഷ എന്നാണ്. My daughter's name is Prajwala. എൻ്റെ മകളുടെ പേര് പ്രജ്വല്ല എന്നാണ്. My son's name is Pranuth. എൻ്റെ മോൻ്റെ പേര് പ്രാനൂത് എന്നാണ്. Yeah, we have a small Christian assembly. ഞങ്ങൾക്ക് ചെറിയ ഒരു സഭ നാട്ടിലുണ്ട്. With 85 believers. 85 വിശ്വാസികൾ അവിടെ കൂടി വരുന്നു. And 27 Sunday school children. 27 സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്കുണ്ട്. For more than 17 years, I have been shepherding that local assembly. ഏതാണ്ട് 17 വർഷമായിട്ട് ഞാൻ അവിടെ ഒരു ഇടയനായിട്ട് ദൈവജനത്തെ സേവിക്കുന്നു. As I have been serving the Lord for more than 40 years, the Lord has given me 7 assemblies. ഏതാണ്ട് 40 വർഷമായിട്ട് ഞാൻ കർത്താവിനെ സേവിക്കുന്നു. കർത്താവ് എനിക്ക് ഏതാണ്ട് 7 അസംബ്ലികൾ തന്നിട്ടുണ്ട്. In addition to this assembly ministry, the Lord has given me a Bible college. ഈ അസംബ്ലി മിനിസ്ട്രിക്ക് അപ്പുറത്തായിട്ട് എനിക്കൊരു ബൈബിൾ കോളേജും ദൈവം തന്നിട്ടുണ്ട്. We have been running this Bible college for more than 20 years. ഏതാണ്ട് 20 വർഷമായിട്ട് ആ ബൈബിൾ കോളേജും ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. We have 85 students in every batch. ഓരോ ബാച്ചിലും 85 കുട്ടികളെ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നു. We provide lodging, boarding, teaching material free by faith. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, അവരുടെ ആഹാരം, അവരുടെ വാസസ്ഥലം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്ത് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. The Lord has been faithful for the past 20 years. കഴിഞ്ഞ 20 വർഷവും ഈ വലിയവനായ ദൈവം ഞങ്ങൾക്ക് വിശ്വസ്തനായിരുന്നു. The Lord has given us privilege of sending 7 missionaries for the full-time ministry. ഫുൾ ടൈം വേലയ്ക്ക് വേണ്ടി 7 മിഷണറിമാരെ വിടുവാനായിട്ടുള്ള ഒരു ഭാഗ്യവും ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. Out of these 7 evangelists, 2 are working in North India. നോർത്ത് ഇന്ത്യയിലാണ് ഈ 7 പേരിൽ 2 പേര് പ്രവർത്തിക്കുന്നത്. One is working in Maharashtra, the other one is working in Madhya Pradesh. ഒരാൾ മഹാരാഷ്ട്രയിലും മറ്റേ സഹോദരൻ മധ്യപ്രദേശിലും കർത്താവിന്റെ വേല ചെയ്യുന്നു. And in addition to this ministry, I have a ministry of literature. ഈ മിനിസ്ട്രിക്ക് കൂടാതെ എനിക്ക് ഈ ലിറ്ററേച്ചർ മിനിസ്ട്രിയും ഉണ്ട്. Whatever the sermon the Lord gives, I write on a sheet of paper. കർത്താവ് തരുന്ന സന്ദേശം അത് ഞാൻ ഒരു ഷീറ്റ് പേപ്പറിൽ എഴുതും. When 50 sermons are over, I go for printing. 50 അങ്ങനെയുള്ള സന്ദേശങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ ഞാനത് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കും. Like that, more than 500 sermons I have printed in 17 books. അങ്ങനെ 17 ബുക്കുകളിലായിട്ട് ഏതാണ്ട് 500ഓളം സെർമണുകൾ, സന്ദേശങ്ങൾ ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. Now 18th book is going on. 18ാമത്തെ ബുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. The backbone of our ministry is street gospel. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് സ്ട്രീറ്റിലുള്ള സുവിശേഷീകരണമാണ്. Every day morning we go for street preaching, visiting the streets, visiting the villages, small towns and cities. എല്ലാ രാവിലെയും ഞങ്ങൾ അവിടെയുള്ള വില്ലേജുകളിൽ, അവിടെയുള്ള ചെറിയ ചെറിയ സിറ്റികളിലൊക്കെ ഞങ്ങൾ പോയി മോർണിംഗ് സുവിശേഷം അറിയിക്കും അവരോട്. Despite threats, arguments, agitation, opposition and number of attacks, the ministry is going on. എല്ലാവിധമായ പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അതിനെതിരായിട്ട് അനേകർ കടന്നു വരുന്നുണ്ട്, ആർഗ്യുമെന്റുകളുണ്ട്. അതിന് എതിരായിട്ട്
ഞങ്ങളെ ശല്യപ്പെടുത്തുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ മധ്യത്തിലും ദൈവത്തിൻ്റെ വേല വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. Your prayers would be valued more for the stability of this ministry and expansion of the kingdom of God. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയും. My son and my daughter-in-law, they both are medical doctors. എൻ്റെ മോനും എൻ്റെ മോളും അവർ മെഡിക്കൽ ഡോക്ടേഴ്സാണ്. They are from CMC Vellore. CMC വെല്ലൂരിലാണ് അവർ പഠിച്ചിറങ്ങിയത്. They both are working as missionary doctors in Ambazipet Mission Hospital. അംബാസിപ്പേറ്റ് മിഷൻ ഹോസ്പിറ്റലിൽ അവർ രണ്ടുപേരും മിഷണറി ഡോക്ടേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. Very poor hospital. They are working with a little salary there. അവിടെ വളരെ ദാരിദ്ര്യമുള്ള ഒരു ആശുപത്രിയാണ് അത്. അവർ വളരെ കുറഞ്ഞ ശമ്പളം വാങ്ങിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നു. The mission is reaching the unreached people in the villages. അവരുടെ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എത്തപ്പെടാത്ത ആൾക്കാരുടെ അടുക്കൽ സുവിശേഷവുമായി എത്തുക എന്നുള്ളതാണ്. Yeah, as they are reaching the villages, sometimes they go as a small team, as a medical team, to work among the villages. അവരെ വില്ലേജുകളിൽ പോകുമ്പോൾ ചെറിയ മെഡിക്കൽ ടീമുകളായിട്ട് വില്ലേജുകളിൽ പോയി പ്രവർത്തിക്കുന്നു. So to go and visit the villages, they need one medical camp van. അവർക്ക് ഒരു മെഡിക്കൽ കോളേജ്, ഒരു മെഡിക്കൽ മിഷന് ഒരു വാൻ ആവശ്യമുണ്ട് അവർക്ക് ഇങ്ങനെ പോകുന്നതിന് വേണ്ടി. In the hospital, there are some beds, and recently they have appointed one orthopedic doctor. So they need some orthopedic equipment in the hospital. അവരുടെ ആശുപത്രിയിൽ കുറച്ച് ബെഡുകളൊക്കെ ഉണ്ട്. ഈയിടെയായിട്ട് അവരൊരു ഓർത്തോപീഡിക് സർജനെ ഓർത്തോപീഡിക് ഡോക്ടറെ അവർ ഹയർ ചെയ്തു. ഈ ഓർത്തോപീഡിക് ഡോക്ടർക്ക് അവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപകരണങ്ങളുടെ ആവശ്യവും തനിക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള ബന്ധത്തിലുണ്ട്. Like that, the needs are there. Your prayers would be valued more. You can take part in this ministry. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. To have fellowship with you, to share about our ministry, to share the word of God, I have come yesterday, and Brother Philip George received me and filling me with very good food and giving me very good shelter. I am very much thankful to that family. ഞാൻ പ്രിയ ശാദനച്ചാൻ്റെ ഫാമിലിയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്നലെ ഞാൻ കടന്നു വന്നു, മനോഹരമായ സ്വാദിഷ്ടമായ ആഹാരമെല്ലാം എനിക്ക് തന്നു. അതിനായിട്ട് ഞാൻ ആ കുടുംബത്തോട് എൻ്റെ നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. Once again, I thank the elders and deacons of the assembly here, that is Believers Assembly of South Florida. ഒരു പ്രാവശ്യം കൂടി ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. I'm not a speaker, as Brother Philip George said. I'm a Bible student. ഞാനൊരു പ്രാസംഗികനല്ല, ഞാനൊരു ബൈബിൾ വിദ്യാർത്ഥിയാണ്. I like studies very much. എനിക്ക് പഠനം വളരെ ഇഷ്ടമാണ്. I like education very much. എനിക്ക് വിദ്യാഭ്യാസം വളരെ ഇഷ്ടമാണ്. With that appetite, I did 3 common degrees. അങ്ങനെ ഞാൻ 3 ഡിഗ്രി കരസ്ഥമാക്കി. 6 PG degrees. 6 PC ഡിഗ്രികൾ കരസ്ഥമാക്കി. 2 PG diplomas. 2 PC ഡിപ്ലോമ കരസ്ഥമാക്കി. And 2 PhDs. 2 PhD ഉണ്ട്. In total, only 13 degrees I did. അങ്ങനെ മൊത്തം 13 ഡിഗ്രികൾ മാത്രമേ എനിക്കുള്ളൂ. Still, I want to learn a lot from the Bible. ഇനിയും എനിക്ക് ബൈബിളിൽ നിന്ന് വളരെ പഠിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. The best degree is BIBLE. ഏറ്റവും വലിയ ഡിഗ്രി BIBLE ആണ്. BIBLE, the best book for me. BIBLE അതാണ് എനിക്ക് ഏറ്റവും വിലയേറിയ പുസ്തകം. From this BIBLE, tonight, let us focus the book of Judges. ഈ BIBLE എന്ന ഈ വിലയേറിയ ബുക്കിൽ നിന്ന് ഇന്ന് നമുക്ക് ന്യായാധിപന്മാർ എന്നുള്ള പുസ്തകത്തിലേക്ക് നോക്കാം. Tonight I want to stir up our prayer life. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് ഉത്തേജിപ്പിക്കുവാനായിട്ടാണ് ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. In the book of Judges, I have gone through this book many a time. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കൂടെ പലതവണ ഞാൻ കടന്നുപോയി. I found a lot of apostasy in this book. ഈ പുസ്തകത്തിലെ വളരെ what is apostasy? വിശ്വാസത്യാഗം വളരെ ഞാൻ ഇവിടെ കണ്ടു. Many a time the people of Israel went astray.
പല സമയങ്ങളിലും ഇസ്രായേൽ ജനം അവരുടെ രീതിയിൽ പോയി, അവർ കൂട്ടം വിട്ടുപോയി. That is called rebellion. അതിനാണ് നമ്മൾ റിബല്യൻ അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നത്. The Lord was patient enough. At the same time, he gave them retribution, that is punishment. ദൈവം അവരോട് കരുണ കാണിച്ചു, എങ്കിലും ദൈവം അവർക്ക് പണിഷ്മെന്റ് കൊടുത്തു. When the Lord punished, again they came back to the Lord with repentance. ദൈവം അവരെ ശിക്ഷിച്ചപ്പോൾ അവർ വീണ്ടും മടങ്ങി പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്നു. When they repented, again they have restored their revival. അവര് പശ്ചാത്തപിച്ചപ്പോൾ അവര് മടങ്ങി പഴയ സ്ഥിതിയിലേക്ക്, ദൈവമായിട്ടുള്ള ആ സ്ഥിതിയിലേക്ക് കടന്നു വന്നു. In the book of Judges, for around 400 years, we see these 4 R's. ഈ 4 രീതികൾ, ഈ 4 തവണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. റിബല്യൻ, റിട്രിബ്യൂഷൻ, തിരിച്ചുവരവ്, repentance, വീണ്ടും പശ്ചാത്താപം, and revival. വീണ്ടും അവർക്ക് റിവൈവൽ ഉണ്ടാകും. These 4 are repeatedly happened as a cycle. ഇതിങ്ങനെ ഒരു സൈക്കിൾ ആയിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതായിട്ട് നാം ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുകയാണ്. Generally, the scholars of this book say that this is the book of apostasy. ഈ പുസ്തകമാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ, അല്ലെ, വിശ്വാസത്യാഗത്തിന്റെ പുസ്തകം എന്ന് പറയുന്നു. But from this book we can see great leaders. എന്നാൽ ഈ പുസ്തകത്തിൽ വളരെ വലിയ നേതാക്കന്മാരെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. From Othniel to Samuel there were 15 judges. Othniel to Samuel, ഏതാണ്ട് 50 നേതാക്കന്മാരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. So here in this time of apostasy, the people of Israel could produce very good leaders. ഇങ്ങനെയുള്ള ഈ വിശ്വാസത്യാഗത്തിന്റെ കാലഘട്ടത്തില് ഇസ്രായേൽ മക്കൾക്ക് വളരെ വലിയ നേതാക്കന്മാരെ ലഭിക്കുവാനായിട്ട് ഇടയായി. Having found that, I made a research. How was it possible? ഞാൻ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് അത് ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നത്? When I made research, I found 7 contexts of prayer in this book. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള 7 അവസരങ്ങള് അല്ലെങ്കിൽ സന്ദർഭങ്ങള് ഞാൻ കാണുവാനിടയായി. I thought that these 7 contexts of prayer could bring very good fruits in the history of Judges. ഈ പ്രാർത്ഥനയുടെ 7 അവസരങ്ങള് ആണ് ഇങ്ങനെയുള്ള ഈ ന്യായാധിപന്മാരുടെ കാലത്ത് ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ടുവരാനായിട്ട് ബാധകമായത്, നല്ല ഫ്രൂട്ട്, നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പ്രാവർത്തികമായത് എന്ന് ഞാൻ കണ്ടു. This evening we are going to focus on these 7 contexts of prayer in the book of Judges. ഈ പ്രാർത്ഥനയുടെ 7 അവസരങ്ങളെ നോക്കുവാനായിട്ടാണ് നാം ഈ സന്ധ്യാസമയം ഉപയോഗിക്കുന്നത്. Before focusing on 7 contexts, I'll give you 7 numbers. 7 സംഖ്യകൾ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, 3, 1, 3, 6, 6, 13, 13, 16, 16, 20, 20, 21. 21. These are 7 or 7 chapters. ഇത് ഈ 7 ഞാൻ പറഞ്ഞതാണ്. ഈ 7 അധ്യായങ്ങളിലാണ്, ഈ പറഞ്ഞ അധ്യായങ്ങളിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത്. In these 7 chapters, we can see the 7 contexts of prayer. ഈ 7 അധ്യായങ്ങളിലും പ്രാർത്ഥനയുടെ 7 അവസരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Before noticing these prayers, let us have a small word of prayer. നമുക്ക് ദൈവത്തിലേക്ക് നോക്കാം. Our gracious and heavenly Father, we thank you for this evening as we are going to see the prayer life of the Israel in the book of Judges. Help us, Lord, to understand. Help us to have revival in our prayer life so that we may see wonders in our prayer life as they have tasted that wonder in their lives, Lord. This evening we submit into thy mighty hands. We ask you, Lord, in the holy and highly exalted name of our Savior, Lord Jesus Christ. Amen. Amen. The first context is chapter 1, verse 1. ഞാൻ പറഞ്ഞ ആ കാര്യത്തില് ഒന്നാമത്തെ കോണ്ടസ്റ്റ്, That is 1-ാം അധ്യായത്തില് 1-ാം വാക്യം. praying for God's will.
ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന, which is very, very important in believer's life. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം. Chapter 1, verse 1 says like this: After the death of Joshua, the people of Israel inquired of the Lord, who shall go up first for us against the Canaanites to fight against them? The Lord said, Judah shall go up. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ. This is very, very important in our lives. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ സ്വാധീനം ചെലുത്തേണ്ടതാണ്. We are all very busy nowadays. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ ബിസി ആയിട്ടുള്ളവരാണ്. Many times we don't find time even to pray. പ്രാർത്ഥിക്കാൻ പോലും ചില സമയത്ത് നമ്മൾക്ക് അവസരം ലഭിക്കാറില്ല. But the Bible says more prayer, more power. എന്നാൽ ബൈബിൾ പറയുന്നത് കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ ശക്തി എന്നാണ്. Less prayer, less power. കുറച്ച് പ്രാർത്ഥനയെങ്കിൽ കുറച്ച് ശക്തി മാത്രമേ ഉള്ളൂ. No prayer, no power. പ്രാർത്ഥനയില്ലെങ്കിൽ ശക്തിയേ ഇല്ല. Take time to sit in the presence of the Lord and pray unto the Lord to know God's will for your personal life, family life, church life, ministerial life, professional life also. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ ചർച്ച് ലൈഫ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ദൈവത്തിന്റെ ഹിതം എന്താണ് അറിയേണ്ടത് അതിനുവേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചിലവഴിക്കണം. I believe that waiting time is not wasting time. വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം അത് വേസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. Here the people of Israel started waiting in the presence of the Lord to know God's will, whether to go for war, then who should go first. ഇവിടെ ഇസ്രായേൽ മക്കള് ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നത് നാം കാണുകയാണ്. After taking answer, they went ahead. അവര് ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിച്ച ശേഷം മുന്നോട്ട് പോകുന്നതായിട്ട് നാം കാണുന്നു. In the Bible, Isaiah 64:4 says one wonderful promise of God. യെശയ്യാപ്രവചനം 64-ാം അധ്യായത്തിൽ നമ്മള് 64-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് ദൈവത്തിന്റെ ഒരു പ്രോമിസ് വാഗ്ദത്തം നമ്മൾ കാണുകയാണ്. I call it a golden words. അവിടെ നമ്മൾ സ്വർണ്ണ വാക്കുകൾ എന്നാണ് നാം വായിക്കുന്നത്. This verse emphasizes our waiting time at the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയില് നമ്മളുടെ വെയിറ്റിംഗ് ടൈമിനെയാണ് ഇത് കാണിക്കുന്നത്. Those who are very much eager to spend time in the presence of the Lord and wait upon the presence of the Lord will be very much interested to perform greater things in that particular life. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. എങ്ങനെയെന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയും ദൈവത്തെ വെയിറ്റ് ചെയ്യുകയും ചെയ്താൽ. The verse goes like this: from of old no one has heard or perceived by the ear, no eye has seen a God besides you, who acts for those who wait for him. Acts for those who wait for him. Isaiah 64:4. Isaiah 64:4. ഐശയ്യാ പ്രവചനം 64-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. How wonderful it is. എത്ര അത്ഭുതകരമാണ്. The Lord delights in the person who waits upon the Lord. ദൈവത്തെ നോക്കിയിരിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. And one more very familiar words I want to quote here, that is 1 John 2:17. We need not open and see, but we know that. 1 John 2:17. Whoever does the will of God abides forever. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. Whoever does the will of God abides forever. ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും. Their fruits will be forever. അവരുടെ ഫലം എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കും. Before starting the Bible college, I prayed for 2 years.
ബൈബിൾ കോളേജ് ആരംഭിക്കുന്നതിന് മുമ്പ് 2 വർഷത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. to know the will of God, ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടി, to have assurance of God. ദൈവത്തിൽ നിന്ന് ഉറപ്പ് ലഭിക്കുന്നതിന് വേണ്ടി. When confirmation I got from the Lord, I started. ദൈവത്തിൽ നിന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചപ്പോൾ ഞാൻ ആരംഭിച്ചു. For the 20 years, for the past 20 years, I never regretted why I started the Bible. I never regretted like that. 20 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും നിരാശപ്പെടുവാനോ പശ്ചാത്തപിക്കുവാനോ എനിക്കിട വന്നിട്ടില്ല. Because the Bible says, whoever does the will of God abides forever. ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, ആരാണോ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നത് അവൻ എന്നേക്കും നിലനിൽക്കും The എന്നാണ്. results will be forever. അതിനുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്നും നിലനിൽക്കുന്നതാണ്. That is the first context. അതാണ് ഒന്നാമത്തെ കോണ്ടെസ്റ്റ്. Second context, chapter 3. രണ്ടാമത്തെ കോണ്ടെസ്റ്റ് നമ്മൾ 3-ാം അധ്യായത്തിൽ കാണുകയാണ്. Verse 15. 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. Praying for God's appointment. ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. The first one is praying for God's will. ഒന്നാമത് ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. Second one, praying for God's appointment. രണ്ടാമത് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് അറിയുന്നതിന് വേണ്ടി ഉള്ള പ്രാർത്ഥന. 3:15. 3-ാമത്തെ അധ്യായം 15-ാം വാക്യം. Then the people of Israel cried out to the Lord, and the Lord raised up for them a deliverer, Ehud, the son of Gera, the Benjaminite, a left-handed man. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീന്യനായ ഗേരയുടെ മകനായി ഇടങ്കയ്യനായ ഏഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. When the people of God cried unto the Lord appointed the judges from Othniel to Samuel. ഇസ്രായേൽ മക്കള് യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒതന്യേൽ മുതൽ സമൂവേൽ വരെയുള്ള ന്യായാധിപന്മാരെ ദൈവം ഉയർപ്പിച്ചു. These appointed leaders, judges, they could do God's work wonderfully. ഈ ന്യായാധിപന്മാർക്ക് ദൈവത്തിന്റെ വേല വളരെ അത്ഭുതകരമായ രീതിയിൽ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. Before the appointment of God, there was people's prayer, the remnant's prayer. ദൈവത്തിന്റെ നിയോഗത്തിന് മുമ്പ് ആളുകളുടെ പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു. So we need to have God's leaders in our personal life, in our family life, in our church life, in our national life also. നമ്മുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ലൈഫില്, നമ്മുടെ ഫാമിലി ലൈഫില്, നമ്മുടെ ചർച്ച് ലൈഫില്, നമ്മുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡുള്ള ലൈഫിൽ, അതിലെല്ലാം നമുക്ക് നേതാക്കന്മാരെ ആവശ്യമാണ്. Because these leaders can mold our lives. കാരണം ഈ നേതാക്കന്മാർക്ക് നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കാൻ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്താൻ അല്ലെങ്കിൽ പരുവമാക്കിയെടുക്കുവാൻ കഴിയും. So we need to pray, God, oh Lord, give me very good leader for my personal life. അതുകൊണ്ട് Very good ദൈവത്തോട് leader for family, very good leaders for my church, very good rulers for the nation. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവമേ, വളരെ നല്ല നേതാക്കന്മാരെ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ എനിക്ക് തരണമേ, എൻ്റെ ഫാമിലി ജീവിതത്തിൽ എനിക്ക് തരണമേ, എൻ്റെ എൻ്റെ സഭാ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഈവൻ രാജ്യത്തിൻ്റെ ഭരണത്തിന് പോലും അങ്ങനെയുള്ള നല്ല നേതാക്കന്മാരെ തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. Because as the leaders or the people, ഈ നേതാക്കന്മാര് ജനങ്ങളെ കാണുമ്പോൾ, as the fathers or the children, അവര് പിതാക്കന്മാര് തങ്ങളുടെ മക്കളെ കാണുന്നത് പോലെയാണ് കാണുന്നത്. as the kings or the people, അവര് രാജാക്കന്മാർ, അവരെ ജനങ്ങളുടെ രാജാക്കന്മാരായിട്ടാണ് കാണുന്നത്. as the Sunday school teachers or the Sunday school children. അവര് സൺഡേ സ്കൂൾ കുട്ടികളായിട്ടും അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചറായിട്ടുമാണ് കാണുന്നത്. So we need to have very good leaders, very good pals for every individual. അതുകൊണ്ട് നമ്മൾക്ക് ഈ നേതാക്കന്മാരെ ആവശ്യമാണ്. For that sake we need to pray. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. Because these leaders can mold our lives. കാരണം അവർക്ക്, ഈ നേതാക്കന്മാർക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടാൻ അല്ലെങ്കിൽ മോൾഡ് ചെയ്യുവാനായിട്ട് കഴിയും. In the book of Ephesians chapter 4, that we see. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. Chapter 4 verse 13. 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. That is very familiar words. അത് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. There we can see the Lord, Holy Spirit appointed leaders for the church edification. അവിടെ ദൈവവും പരിശുദ്ധാത്മാവും സഭയുടെ
സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. There are the three important duties of the leaders there in the church. സഭയില് ലീഡേഴ്സിന്റെ 3 ഉത്തരവാദിത്തത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. So for that sake, the Lord has appointed the teachers, evangelists, prophets, all these persons. അവിടെ ആണ് നമ്മൾ വായിക്കുന്നത് സഭയിലോടുള്ള ബന്ധത്തിൽ ദൈവം അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, അതുപോലെ തന്നെ സുവിശേഷന്മാരെ ഒക്കെയും ആക്കി വെക്കുന്നതായിട്ട്. We see that in the verse 11. 11-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. 4:11. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ He gave the apostles, the prophets, evangelists, shepherds, and teachers to equip the saints. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരെ നിയമിച്ചിരിക്കുന്നു. The first duty of these appointed leaders is equipping the saints. അപ്പം അവിടുത്തെ ഉള്ള ഈ ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക്. Equipping the saints for the work of ministry. അതെ. And secondly, edification of the church. സഭയുടെ വിശുദ്ധീകരണത്തിനായിട്ട്. And making every individual well matured, that is full grown man. അങ്ങനെ എല്ലാ ആളുകളെയും കൂടുതലും മച്ചുവറായിട്ട് പൂർണ്ണ അവരുടെ ജീവിതത്തിന്റെ പൂർണ്ണ പ്രാപ്തിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി. For such leaders we need to pray. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. Oh Lord, give me very good leaders so that I may be well matured in Christ. ദൈവമേ, നല്ല നേതാക്കന്മാരെ ഞങ്ങൾക്ക് തരണമേ, അതിലൂടെ ഞാൻ ക്രിസ്തുവിൽ കൂടുതൽ മച്ചുവറായി ജീവിക്കുന്നതിന് വേണ്ടി. So the first one is praying for God's will. ഒന്നാമത് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. Second one, praying for God's appointment. ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. Now third one, മൂന്നാമത്തേത് Judges chapter 6. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം and verse 6. 6-ാമത്തെ വാക്യം. Here praying for good state. നല്ല ഒരു സ്റ്റേറ്റിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. Now the Israel people are in the bad state. ഇസ്രായേൽ മക്കൾ ഇപ്പോൾ തെറ്റായ അല്ലെങ്കിൽ ചീത്ത ഒരു അവസ്ഥയിലാണ്. They have become bankrupt. അവര് വളരെ ബാങ്ക്രപ്റ്റ് ആയിരിക്കുകയാണ്. They have the enemies have stolen everything from their villages, from their towns. അവരുടെ ശത്രുക്കൾ അവരുടെ വില്ലേജുകളിൽ നിന്ന്, അവരുടെ പട്ടണങ്ങളിൽ നിന്ന് എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. Oxen, donkeys, all the cattle, and the grain, they have robbed from the hands of the Israel. ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്ന് അവര് കാളകളെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അവരെ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. Now they have become empty. അവരുടെ ഒന്നുമില്ലാതെ ആയിരിക്കുന്നു. So in the 6th verse they are crying unto the Lord. അവര് 6-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു എന്ന് നാം വായിക്കുന്നു. They want to come from the low state to the high state. അവർക്ക് ഏറ്റവും താഴ്ന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഉയർന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. See 6:6, and Israel was brought very low because of Midian, and the people of Israel cried out for the help to the Lord. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ മക്കൾ ഏറ്റവും ക്ഷയിച്ചു, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. This evening we also need to pray unto the Lord. Lord, in many areas my life has become empty. എന്റെ ദൈവമേ, പല അവസ്ഥയിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും എന്റെ ജീവിതം ഇന്ന് വളരെ ശൂന്യമായിരിക്കുകയാണ്. My flesh, എന്റെ ശരീരം, this world, ഈ ലോകം, Satan, സാത്താൻ have stolen me in many areas. അവൻ എന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇന്ന് അവൻ കവർന്നുകൊണ്ടുപോയി. My enemies have made me bankrupt in my life, in my spiritual life, Lord. എന്റെ ആത്മീയ ജീവിതത്തില് എന്റെ ശത്രുക്കള് എന്നെ ക്ഷയിപ്പിച്ചിരിക്കുകയാണ് ദൈവമേ. I am in the low state. ഞാൻ ഇന്ന് വളരെ താഴ്ന്ന ഒരു അവസ്ഥയിലാണ്. Lord, I want to come up to the high state. എനിക്ക് ഉയർന്ന ഒരു പദവിയിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ. In my education, എന്റെ പഠനത്തില്, in my holiness, എന്റെ വിശുദ്ധിയില്, in Bible reading, ദിവസം വായിക്കുന്നതില്, prayer life, എന്റെ പ്രാർത്ഥനാ in ജീവിതത്തില്, holy life, എന്റെ വിശുദ്ധ ജീവിതത്തില്, in evangelism, ഈ സുവിശേഷം അറിയിക്കുന്നതില്, house visiting, വീട് വിസിറ്റ് ചെയ്യുന്നതില്, regular
quiet time with the Lord. ദൈവവുമായിട്ട് എൻ്റെ ആ നിശബ്ദ സമയത്തില് In many areas, I have become bankrupt, Lord. എന്റെ ദൈവമേ, ഇങ്ങനെയുള്ള പല അവസരങ്ങളിലും പല സാഹചര്യങ്ങളിലും ഞാനിതാ വളരെ ക്ഷയിച്ചു I have പോയിരിക്കുന്നു. wasted my time എന്റെ ജീവിതത്തിലെ സമയം ഞാൻ വളരെ വേസ്റ്റ് ചെയ്തു ദൈവമേ. and I have wasted my energy. എന്റെ ശക്തി ഞാൻ ക്ഷയിപ്പിച്ചു ദൈവമേ. Now I am in the low state in my spiritual life, Lord. എന്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥിതിയിലാണ് ദൈവമേ ഞാൻ I want to ആയിരിക്കുന്നത്. come to the high state. എനിക്ക് ഉയർന്ന ഒരു സ്ഥിതിയിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട്. This is the prayer we need to do. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന നാം ചെയ്യണം. David prayed like this, Psalm 61:2. 61-ാം സങ്കീർത്തനത്തില് Psalm 61:2. 2-ാം വാക്യത്തില് ഇതുപോലെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് നാം കാണുകയാണ്. Hear my cry, O God. 61:2. സങ്കീർത്തനങ്ങള് 61-ന്റെ 2-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Hear my cry, O God. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ. Listen to my prayer. എന്റെ പ്രാർത്ഥന From ശ്രദ്ധിക്കണമേ. the end of the earth I call to you. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. When my heart is faint. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. My heart is faint. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. I am exhausted. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. I am upset, Lord. ദൈവമേ, ഞാൻ ആകെ അപ്സെറ്റ് ആണ്. Lead me to the rock എന്നെ ആ പാറയിലേക്ക് നയിക്കണമേ. that is higher than I. അത് എന്നേക്കാൾ വലുതാണ് ആ പാറ. Because you have been my refuge. കാരണം നീ എന്റെ സങ്കേതമാണ്. A strong tower against the enemy. ശത്രുക്കൾക്ക് എതിരായിട്ടുള്ള ഒരു ഗോപുരമാണ് നീ. The Lord heard that prayer. ദൈവം പ്രാർത്ഥന കേട്ടു. In many areas, David could climb up. പല സാഹചര്യങ്ങളിലും ഈ ദാവീദിനെ കയറുവാനായിട്ട് Even Jabez also prayed. ജാബേജും പ്രാർത്ഥിച്ചു. 1 Chronicles 4:10. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്. When he prayed, the Lord answered his prayer also. അവന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. God likes the prayers of the people who are really hungry for the Lord. ദൈവത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം വളരെ ആഗ്രഹിക്കുന്നു. Who are thirsty to come up for the Lord. ദൈവത്തിന് വേണ്ടി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. God never fails in his promises. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും കുറവ് വരുത്തുന്നവനല്ല, നിലനിൽക്കാത്തവനല്ല. Here Jabez prayed. ഇവിടെ ജാബേജ് പ്രാർത്ഥിക്കുകയാണ്. Lord bless me. ജാബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ. Bless me. എന്നെ അനുഗ്രഹിക്കണമേ. Enlarge my boundaries. എന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. And let your hand might be with me. നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ. And protect me from every evil. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. In this prayer there are 4 things. ഈ പ്രാർത്ഥനയിൽ 4 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. The first prayer is bless me. ഒന്നാമത്തെ കാര്യം, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. Second prayer is enlarge my boundaries. ദൈവമേ എന്റെ അതിരുകളെ വിസ്താരമാക്കണമേ. Third prayer is let your hand be with me. മൂന്നാമത്തെ കാര്യം, ദൈവമേ നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ. Fourth prayer is protect from every evil. ദൈവമേ എന്നെ എല്ലാ ദുഷ്ടതയിൽ നിന്നും രക്ഷിക്കണമേ. The Lord heard the prayer. ദൈവം ഈ യബാസിന്റെ പ്രാർത്ഥന കേട്ടു. And answered the prayer. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. So the first prayer is praying for God's will. ഒന്നാമത്തെ പ്രാർത്ഥന ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. Second one praying for God's appointment. ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. Third one praying for high state. ദൈവത്തിന്റെ എന്റെ ഇന്നത്തെ ഈ സ്ഥിതി മാറി ഉയർന്ന ഒരു സ്ഥിതിയിൽ എന്നെ ആക്കണമേ, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന. And fourth prayer, 4-ാമത്തെ പ്രാർത്ഥന, Judges 13, chapter 13. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് Judges chapter 13 verses 8 and 12. 13-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിൽ നമുക്ക് കാണാം. Judges chapter 13 verses 8 and 12. ന്യായാധിപന്മാർ 13-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ Here praying for God given family. ഇവിടെ ദൈവം കൊടുത്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. The Lord has given us families. ദൈവം നമ്മൾക്ക് കുടുംബങ്ങളെ തന്നിട്ടുണ്ട്. Wife and children. ഭാര്യയും മക്കളും, husband and children. അതുപോലെ ഭർത്താവും കുഞ്ഞുങ്ങളും. We need to pray for them. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. Here Manoah and Manoah's wife, they both are praying for the forthcoming son. ഇവിടെ മനോഹയുടെ ഭാര്യയും അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Lord, what should we do with this child?
ദൈവമേ, ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് എന്താണ് What ചെയ്യേണ്ടത്? should we teach unto him? ഞങ്ങൾ അവനോട് എന്താണ് പഠിപ്പിക്കേണ്ടത്? See 8 verse 8. 8-ാമത്തെ വാക്യം. The Manoah prayed to the Lord and said, "O Lord, please let the man of God whom you sent come again to us and teach us what we are to do with the child who will be born." മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. Verse 12. 12-ാമത്തെ വാക്യം. And Manoah said, "Now when your words come true, what is to be the child's manner of life and what is his mission?" നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. Are we praying for our children like this? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? Do we know the value of our children? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വില നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? The Bible is giving very good titles for our children. Do you know that? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല തലക്കെട്ടുകളാണ് ബൈബിൾ We നൽകുന്നത്. know all these titles. ഈ തലക്കെട്ടുകളെല്ലാം നമുക്കറിയാം. You need not open the Bible. നമ്മൾ ബൈബിൾ തുറക്കേണ്ട കാര്യമില്ല. Just I will just remind you. ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചു പോകാം. Psalm 127:3. 127-ാം സങ്കീർത്തനത്തിന് Children are God's heritage. ദൈവത്തിന്റെ അവകാശമാണ് അവര്. Heritage. 27. God's heritage. 127:3. യഹോവ നൽകുന്ന അവകാശമാണ്, അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും ആവുന്നു. 127:3. God's reward. അവര് ദൈവത്തിന്റെ പ്രതിഫലമാവുന്നു. 127:4. God's arrows. അവര് ദൈവത്തിന്റെ അസ്ത്രങ്ങളാണ് അവര്. 128:3. God's garden. അവര് ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്, മുന്തിരിവള്ളിയാണ്. 144:12. God's pillars. What God's pillars? 144-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പില്ലറുകളാണ്. Genesis 15:5. God's stars. ജനസിസ് 15:5 ഗോഡ്സ് Stars. ദൈവത്തിന്റെ നക്ഷത്രങ്ങളാണ് അവര്. Isaiah 8:18. യിശയ്യാപ്രവചനം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ They are the God's signs and wonders. അവര് ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. These are all the 7 important titles given for the children. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന 7 തലക്കെട്ടുകളാണ് ഇപ്പോൾ ഞാൻ Number പറഞ്ഞത്. 1, God's heritage. 1 ദൈവത്തിന്റെ അവകാശം. Number 2, God's reward. 2 ദൈവത്തിന്റെ പ്രതിഫലം. Number 3, God's arrows. 3 ദൈവത്തിന്റെ അസ്ത്രങ്ങൾ. Number 4, God's garden of olive plants. 4 ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം. Number 5, God's pillars. 5 ദൈവത്തിന്റെ പില്ലറുകള്. Number 6, God's stars. 6 ദൈവത്തിന്റെ നക്ഷത്രം. Number 6, God's signs and wonders. 7 ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും. Such great titles have been given for the children. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ തലക്കെട്ടുകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. What are we doing with these children? ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നാം എന്താണ് And ചെയ്യുന്നത്? grandchildren. നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ കൊണ്ട് നമ്മൾ എന്താണ്? Manoah is with all commitment praying unto the Lord, "Lord, what should I teach this child? What mission you have given to this child? Please let us know." മനോഹ തന്റെ കുഞ്ഞുങ്ങളെ പറ്റി വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, എന്താണ് എന്റെ കുഞ്ഞിനെ കുറിച്ച് നീ ആഗ്രഹിക്കുന്നത്? എന്ത് പ്രവർത്തനമാണ് നീ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? Job also used to pray for 10 children every day morning. In the morning, he used to offer burnt offering for every child every day morning. നമ്മൾ ഇയ്യോബിന്റെ ചരിത്രത്തിൽ അത് തന്നെയാണ് വായിക്കുന്നത്. തന്റെ 10 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇയ്യോബ് യാഗം കഴിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. So this is the 4th one, praying for God given family. ഇവിടെ 4-ാമത്തെ കാര്യം, യഹോവ തന്നിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം Now പ്രാർത്ഥിക്കണം. let's come to the 5th one. 5-ാമത്തേലേക്ക് നമുക്ക് പോകാം. Judges chapter 16 verse 28. 16-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. 16:28. 16-ാം അധ്യായം 28-ാം Here വാക്യം. praying for God's strength. ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന Praying for കാണുകയാണ്. God's strength. ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. So here Samson is praying. ഇവിടെ സിംസോൻ പ്രാർത്ഥിക്കുകയാണ്. Then Samson called to the Lord and said, "O Lord God, please remember me and please strengthen me only this once, O God, that I may be avenged and the Philistines for my 2 eyes." അപ്പോൾ സിംസോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി ഫലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന്
ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. Praying for God's strength. ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. Many a time, because of physical age, because of schedules, because of busy schedule, because of many reasons, many a time we have become frail and weak physically, emotionally, spiritually. പല അവസരങ്ങളിലും നമ്മുടെ സാഹചര്യ മുഖാന്തരമായിട്ട് നാം ശാരീരികമായിട്ടും അതുപോലെ തന്നെ നമ്മൾ എമോഷണലി എല്ലാം നമ്മൾ വളരെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. As Samson understood his weakness, let us understand our weaknesses also. ശിംശോന് തന്റെ ആ ബലഹീനത മനസ്സിലായതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കാം. Lord, I want to do greater things, but I have become weak, Lord. ദൈവമേ, വളരെ വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ ഇന്ന് ശാരീരികമായി വളരെ ബലഹീനതയിലാണ്. Strengthen me, Lord. എന്നെ ദൈവമേ He ശക്തീകരിക്കണമേ. prayed. ഈ ശിംശോ പ്രാർത്ഥിച്ചു. What happened? The Lord has given him the strength. ദൈവം അവന് ശക്തി കൊടുത്തതായിട്ട് നാം വായിക്കുകയാണ്. Now what happened in the verse 30? Let me die with the Philistines. Then he bore with all his strength, and the house fell upon the lords and upon all the people who were in it. So the dead whom he killed at his death were more than those whom he had killed during his life. ദൈവത്തോട് Great wonder happened. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ വലിയ അത്ഭുതം സംഭവിച്ചു. 30-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നത്, ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു, ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രവും അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. In all our weaknesses, the Lord is faithful to strengthen us. നമ്മുടെ എല്ലാ ബലഹീനതകളിലും ഈ ദൈവം നമ്മളെ ശക്തീകരിക്കുവാൻ വിശ്വസ്തനാണ്. Let's pray unto the Lord. Lord, apart from you, I can do nothing. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Without you, I am zero. ദൈവമേ, നീ ഇല്ലാതെ ഞാൻ വെറും വട്ടപൂജ്യമാണ്. With you, I can become hero. നിന്നോട് കൂടി എനിക്ക് ഒരു ഹീറോയാകുവാൻ കഴിയും. As Paul said, Philippians 4:13, in Christ, we can do everything through the Lord Jesus Christ, who can strengthen us. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവായ ക്രിസ്തുയേശുവിൽ എല്ലാം സാധിക്കുവാനായിട്ട് എനിക്ക് കർത്താവായ യേശുക്രിസ്തു ശക്തി കൊണ്ട് എനിക്കെല്ലാം സാധിക്കുവാനായിട്ട്. That is the 5th one. അതാണ് 5-ാമത്തെ കാര്യം. 6th one, 6-ാമത് Judges 20:23. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. Judges 20:23, praying for God's victory. ദൈവത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. Here the people of Israel went up and wept before the Lord until the evening, and they inquired the Lord, shall we again draw near to fight against our brothers, the people of Benjamin? And the Lord said, go up against them. ഇസ്രായേൽ മക്കൾ ബെന്യാമീനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഗിബയിൽ അവരുടെ നേരെ അണിനിരന്നു. ബെന്യാമീനോ ഗിബയിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിൽ 20,000 പേരെ അന്ന് സംഹരിച്ച് വീഴിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് സന്ധ്യ വരെ കരഞ്ഞു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീന്യരോട് ഞങ്ങൾ ഇനിയും യുദ്ധത്തിൽ പോകണമോ എന്ന് യഹോവയോട് ചോദിച്ചു. Here the people of God are asking for victory in their war. അവരുടെ യുദ്ധത്തിൽ വിജയത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത് നാം കാണുകയാണ്. In our day-to-day life also, we have enemies, that is self, flesh, world and Satan. സ്വയം, അതുപോലെ തന്നെ ഈ ലോകം, സാത്താന്, ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തില്. Many times we are victorious in big things. വലിയ വലിയ കാര്യങ്ങളിലൊക്കെ നാം വിജയം നേടാറുണ്ട്. Victorious in education. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും നമ്മൾ വിജയം നേടാറുണ്ട്. Victorious in our job. നമ്മുടെ ജോലിയിൽ നമ്മൾ വിജയം നേടാറുണ്ട്. Meritorious in our subject. നമ്മുടെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ വളരെ മെറിറ്റോറിയസ് ആയിരിക്കും. We are victorious in greater things. വലിയ വലിയ കാര്യങ്ങളിൽ നാം എപ്പോഴും വലുതായി ഇരിക്കും. But we are failure in small things. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറാണുള്ളത്. We are defeaters over small sins which are entangle us very closely. ചെറിയ ചെറിയ പാപങ്ങളാൽ നമ്മളെ എപ്പോഴും ഈ പാപങ്ങള് നമ്മളെ വളഞ്ഞു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. Do you know in the world, lions and tigers kill the people? നമ്മൾ അറിയാമോ, ഈ ലോകത്തില് കടുവയും അതുപോലെ തന്നെ സിംഹവും ജനങ്ങളെ കൊല്ലും. They are only hundreds in a year. Lions and tigers killed the people here and there,
they may be hardly hundreds. ഒരു 100 കാണത്തുള്ളൂ അങ്ങനെയുള്ള പിടിച്ച് തിന്നുന്ന കാര്യങ്ങള്. But do you know that mosquitoes kill the people, millions of people every year? എന്നാൽ ഈ കൊതുക് എത്രയോ മില്യൺ ജനങ്ങളെയാണ് ഓരോ വർഷവും കൊല്ലുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? They are more in number. അവര് കൂടുതൽ സംഖ്യയിലുണ്ട്. Mosquito is very little one, അവ വളരെ ചെറുതാണ്, but it can kill any person. എന്നാൽ ഏതൊരു വ്യക്തിയെയും കൊല്ലുവാനായിട്ട് അവയ്ക്ക് സാധിക്കും. Alexander the Great was an emperor and he conquered entire the world. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഈ ലോകത്തെ താൻ കോൺകർ ചെയ്തയാളാണ്. That great conqueror died of malaria. എന്നാൽ അദ്ദേഹം മലേറിയ മുഖാന്തരമാണ് മരണമടഞ്ഞത്. Malaria was caused by the mosquito. ഈ മലേറിയ ഉണ്ടാകുന്ന നമുക്ക് അറിയാവുന്ന പോലെ കൊതുകാണ്. Small mosquito can conquer, can kill the emperors. ചെറിയ ഈ കൊതുകിന് വലിയ നേതാക്കന്മാരെ, വലിയ എംപറേഴ്സിനെ കൊല്ലുവാനായിട്ട് കഴിയും. Let us be beware of the mosquitoes. ഈ കൊതുകുകളെ കുറിച്ച് നമ്മൾക്ക് ബോധമുള്ളവരാകാം. Small sins. ചെറിയ പാവങ്ങള്. It may be jealousy. അവ ഒരുപക്ഷെ നമ്മുടെ അസൂയായിരിക്കാം. It may be malice. It may be anger. It may be procrastination. It may be laziness. It may be idleness. It may be prayerlessness. Small things enough to kill you. ഇങ്ങനെയുള്ള ചെറിയ പാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളത് അവ നമ്മളെ കൊല്ലാം. Let us ask the Lord, Lord, in many areas I am conqueror, but in many areas I have gone. ദൈവത്തോട് നമുക്ക് പറയാം, ദൈവമേ, പല ഇടങ്ങളിലും ഞാൻ വളരെ വിജയമാണ് എന്റെ ജീവിതം, എന്നാൽ ചെറിയ കാര്യങ്ങളിൽ ഞാൻ വളരെ പരാജയത്തിലാണ്. And the seventh prayer point. 7ാമത്തെ പ്രാർത്ഥനയുടെ പോയിന്റ്, chapter 21 verse 3. 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Chapter 21 verse 3. 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Praying for God's people's fellowship. ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ജനത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. Praying for God's people's fellowship. ജനത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. See the verse 3. 3-ാമത്തെ വാക്യം നോക്കുക. And they said, O Lord, the God of Israel, why has this happened in Israel, that today there should be one tribe lacking in Israel? One tribe is missing in the fellowship. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇന്ന് ഇസ്രായേൽ ഒരു ഗോത്രമില്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ജനം അധികാലത്തെ എഴുന്നേറ്റ് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും. All 11 tribes have attended for fellowship, Lord. 11 ഗോത്രങ്ങളും ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി അവിടെ കൂടി വന്നു. One tribe is missing. എന്നാൽ ഒരു ഗോത്രം അവിടെ ഇല്ലാതെ. Why did it happen, Lord? എന്തുകൊണ്ടാണ് ദൈവമേ അത് സംഭവിച്ചത്? They cried. അവര് നിലവിളിച്ചു. They lamented. അവര് നിലവിളിച്ചു for the missing brothers. അവർ കാണാത്ത അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള സഹോദരന്മാരെ ഓർത്ത്. For the missing sisters. അവരുടെ കാണാതെ ഇരിക്കുന്ന സഹോദരിമാരെ ഓർത്ത്. As assembly, do we have that burden? പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? In our fellowship also some people are missing for weeks together. നമ്മുടെ ഫെലോഷിപ്പുകളിലും ചില ആൾക്കാര് ആഴ്ചകളോളം കടന്നു വരാതെ ഇരിക്കുന്നവരാണ്. We pray, Lord, that brother is not able to attend the fellowship nowadays even for month over. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? They cried. അവര് കരഞ്ഞു. They cried for the people who are missing in the fellowship. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ എന്ന് വിളിച്ച് അവര് കരഞ്ഞു. Do you have that burden? ആ ഒരു ഭാരം നമ്മൾക്കുണ്ടോ? They should be in the flock. അവരും ഈ കൂട്ടത്തിൽ കാണേണ്ടവരാണ്. They should be in the congregation. ഈ കൂട്ടായ്മയിൽ അവർ കാണേണ്ടവരാണ്. They are nowhere. എന്നാൽ അവരിന്ന് ഇവിടെ ഇല്ല. And our friends and kith and kin, our relatives, our neighborhood should be in the universal church. നമ്മുടെ കൂട്ടരും അതുപോലെ തന്നെ നമുക്കുള്ളവരെല്ലാവരും ഈ യൂണിവേഴ്സൽ സഭയിൽ ഉണ്ടാകേണ്ടവരാണ്. They are not in the God's family. എന്നാൽ അവർ ദൈവത്തിന്റെ ആ കുടുംബത്തിൽ ഇല്ല. They are going to eternal hell. അവര് നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് പോകുന്നവരാണ്. They are Christless people. അവര് ക്രിസ്തുവില്ലാത്ത ജനമാണ്. They are going to eternal hell. അവര് നാശത്തിലേക്ക്, നരകത്തിലേക്ക് പോകുന്നവരാണ്. They are the sheep. അവര് ആടാണ്. Without shepherd. ഇടയനില്ലാത്ത ആട്. They are fainted sheep. അവര് വളരെ ഫെയിന്റ് ചെയ്ത അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയ ആടുകള്. They are scattered sheep. അവര് വളരെ തെറ്റിപ്പോയ ആളുകള്. They are perishing sheep. അവർ നശിച്ചു പോകുന്ന ആട്. They are going to go to hell forever ever. അവർ നിത്യമായി നരകത്തിലേക്ക് പോകുന്നവരാണ്. Are we praying for the people who are going to eternal hell? ഈ നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകുന്നവരെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ?
They are not with the Lord. അവർ ദൈവമായിട്ടില്ല. They are not in the Lord's flock. അവർ ദൈവത്തിന്റെ ആ കൂട്ടത്തിലില്ല. They are not in the Lord's kingdom. അവർ ദൈവത്തിന്റെ ആ രാജ്യത്തിലില്ല. They are spoiling their lives. അവർ അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്. Are we praying for them? അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? Lord, Father, please save them. ദൈവമേ, അവരെ നീ രക്ഷിക്കണമേ. Here, the people of Israel were crying unto the Lord. ഇവിടെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് ഇസ്രായേൽ മക്കൾ കരയുന്നതായിട്ട് നാം കാണുകയാണ്. Lord, these saved people are not in the congregation. ദൈവമേ, ഈ ആളുകൾ ഈ കൂട്ടായ്മയിൽ ഇല്ല. These believers are not coming to the ഈ fellowship. വിശ്വാസികളൊന്നും കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നില്ല. They are dragging back and back again and again. അവര് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Lord, revive them, Lord. ദൈവമേ, അവരെ ഒന്ന് പുനരുദ്ധരിക്കണമേ. Bring them back to the fellowship, Lord. വിശ്വാസത്തിലേക്ക് അവരെ നീ ഒന്ന് കൊണ്ടുവരണമേ. That was the agony of the Israel. അതായിരുന്നു ഇസ്രായേൽ മക്കളുടെ അന്നുണ്ടായിരുന്ന. I'll tell you one more thing. ഒരു കാര്യം കൂടി ഞാൻ In the നിങ്ങളോട് New പറയട്ടെ. Testament, പുതിയ നിയമത്തില് 2 Corinthians 2 കൊരിന്ത്യർ chapter 2, രണ്ടാം അധ്യായം verse 13. 13 There വാക്യം. was a good meeting. അവിടെ ഒരു നല്ലൊരു മീറ്റിംഗ് നടക്കുന്നതായിട്ട് നാം കാണുകയാണ്. Gathered well. അവിടെ ജനങ്ങൾ വളരെ എല്ലാവരും കൂടി വന്നു. Shamiana was there. അവ- Tent was there. അവർ എല്ലാവരും ഉണ്ടായിരുന്നു. Mike was there. മൈക്ക് ഉണ്ടായിരുന്നു. Food was there. ഉണ്ടായിരുന്നു. All facilities are there. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. Paul was the speaker, ദൈവമായിരുന്നു അവിടെ, പോളായിരുന്നു അവിടെ but സംസാരിച്ചത്. he was restless. എന്നാൽ പോള് അസ്വസ്ഥനായിരുന്നു. Why, you know? എന്തുകൊണ്ടാണ് അവൻ Titus was അസ്വസ്ഥനായത്? missing in the meeting. കാരണം ടൈറ്റസ് ആ മീറ്റിംഗിൽ Titus was missing in the meeting. തീത്തോസ് ആ മീറ്റിംഗിൽ ഇല്ലായിരുന്നു. Paul says, പോൾ പറയുകയാണ്, everything, the door is open for my preaching. The door is open for my എനിക്ക് preaching, പ്രസംഗിക്കുവാനായിട്ടുള്ള എന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. but my heart is restless എന്നാൽ ഇതാ എന്റെ ഹൃദയം വളരെ റെസ്റ്റ്ലെസ് ആണ്. because Titus is missing this കാരണം meeting. തീത്തോസ് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടില്ല. He was restless. അവന്റെ മനസ്സ് വളരെ റെസ്റ്റ്ലെസ് ആയി. In that same epistle, അതേ ലേഖനത്തിൽ തന്നെ 2 Corinthians 2 കൊരിന്ത്യർ chapter 7, 7 അധ്യായത്തില് verse 6, 7 അധ്യായത്തിന് 6 വാക്യത്തിൽ Paul was comforted പോള് അവിടെ ആശ്വസിക്കുന്നതായിട്ട് നാം കാണുകയാണ്. because Titus came there. അവിടെ തീത്തോസ് തിരിച്ചു വന്നു. Paul is saying, my heart is now comforted എന്റെ ഹൃദയം ഇപ്പോൾ ആശ്വസിക്കുന്നു. because Titus has brought very good report. ഇതാ തീത്തോസ് വളരെ നല്ല റിപ്പോർട്ട്. When Titus was seen in the congregation, with the തീത്തോസിനെ report, his heart was comfortable. തീത്തോസിനെ ആ നല്ല റിപ്പോർട്ട് കൊണ്ട് ആ കൂട്ടായ്മയിൽ കണ്ടപ്പോൾ പൗലോസ് വളരെ സന്തോഷിച്ചു. These type of leaders are needed nowadays. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള നേതാക്കന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. In 7 contexts, we see the 7 contents of the prayer. ഈ 7 കാര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ കണ്ടു. This evening, let us check up ourselves. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. Do we have these type of prayers in our lives? ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ? Let us have these type of prayers. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ Let us ജീവിതത്തിൽ stir up our prayer life. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ഉണർവ് ആകട്ടെ. And let us see great revival in our fellowship, in our ministry, in our evangelism. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയിലും നമ്മുടെ സുവിശേഷീകരണത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വളരെ ഒരു ഉണർവ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. May God bless this small meditation to the hearts of our lives. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് പ്രയോജനകരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Thank you.